RSSകാർ എത്ര വലിയ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടൻ നടന്നാലും വേടൻ ഒരു സ്റ്റേജിൽ പാടും, രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല. ഭീഷണിയാണോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യേണ്ടി പോകുന്നത് നമ്മളുടെ നേഷൻ ഫസ്റ്റ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൽ അഡ്വക്കേറ്റ് സിന്ധുവായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേടൻ്റെ രാഷ്ട്രീയത അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഡ്വക്കേറ്റ് സിന്ധു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഞാൻ എങ്ങനെയാണ് പല കാര്യങ്ങളും നോക്കിക്കാണുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടി പോകുന്നത്. നമുക്കിപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പോകാം. ാണ് BJPയും സംഘപരിവാർ ശക്തികളും കലാകാരന്മാരിൽ ഇത്ര അസ്വസ്ഥരാകുന്നത്? വേടൻ വിഷയമാണ് ഞാൻ ചോദിക്കുന്നത്. വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും കഠിനമായ ഒരു ബാല്യവും ഒക്കെ താണ്ടി വന്നൊരു ചെറുപ്പക്കാരൻ, സാധാരണ കുടുംബത്തിൽ ഒരു കൂലിവേലക്കാരൻ്റെ മകനായി അല്ലെങ്കിൽ ഒരു കൂലിവേലക്കാരിയുടെ മകനായൊക്കെ ജനിച്ച വേടൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ജാതി സമ്പ്രദായത്തിനെതിരെ ഒരു പാട്ട് പാടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എതിരെ തിരിയുന്ന സംഘപരിവാർ ശക്തികൾ അല്ലെങ്കിൽ കുറെ BJP നേതാക്കന്മാർ. അപ്പോൾ ഇതിൽ ഇന്റർവ്യൂവിൽ ചോദിച്ചേക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കലാകാരനെ കടന്നാക്രമിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേടന കലാകാരൻ അല്ലെങ്കിൽ പുള്ളി മുന്നോട്ട് വെക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തെ എന്തിനാണ് കടന്നാക്രമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വേടനെ ഞങ്ങളാരും കടന്നാക്രമിച്ചിട്ടില്ല. വേടനെ നോക്കൂ, വേടൻ ഹിരൺദാസ് മുരളി. അതെ, വേടൻ്റെ പാട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഞാനും അത് മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു കലാകാരൻ എങ്ങനെയാവണം? ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അതിൽ ഇവർ ഇത്രയും പറഞ്ഞത് ഒരു എന്താ പറയുക, കടന്നാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ഒരു കലാകാരൻ എങ്ങനെയാവണം എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു കലാകാരൻ ഇതേപോലെ തന്നെ ആവണം എന്നുള്ള റൂൾസ് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ആ ചോദ്യത്തെ തന്നെ ഒരു കലാകാരൻ എങ്ങനെയാകണം എന്നുള്ള ചോദ്യത്തിൽ തന്നെ അതിൽ എന്തിനാണ് അങ്ങനെ റൂൾസ് വെക്കുന്നത്? അതൊരു വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? അയാൾ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ. ഒരു സമൂഹത്തിന് ദ്രോഹമില്ലാത്ത രീതിയിൽ പുള്ളി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ പാട്ട് പാടിക്കോട്ടെ. അത് അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു കലാകാരൻ എങ്ങനെയാണോ അവന് നാട്ടിലുള്ള അനീതികളെ കുറിച്ച് പറയാം, സംസാരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതീയതയെ, അല്ലെങ്കിൽ നമ്മൾ ആരും അതിൽ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അനീതിയെ കുറിച്ച് പറയാം. പക്ഷെ ഇന്ന് നാട്ടിൽ എല്ലാവരും ചേർന്ന് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന, അതായത് ഫുള്ളായിട്ട് തുടച്ചു നീക്കി എന്ന് പറയുന്നില്ല, ഇപ്പോഴും തുടച്ചു നീക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ നിങ്ങളോടൊപ്പം ചേർന്നിട്ട് വേടനും ചെയ്യാൻ നോക്കുന്നത്. അയാൾ ബാക്കിയുള്ള ആൾക്കാരെ ഇവിടെ ഇപ്പോഴും നിൽക്കുന്ന ആ ഒരു അനീതി അല്ലെങ്കിൽ വിവേചനം, ആ ഒരു കാര്യത്തിനെ ആൾക്കാരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത്, അതിന് എതിരെ പ്രതികരിക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതിൽ നമ്മളെല്ലാവരും തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നമ്മളെന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിലേക്ക് വേടനും കൂടി കടന്നു വന്നിട്ട് ആ ഒരു കർമ്മത്തിൽ നിങ്ങളുടെ ഒപ്പം ചേരുകയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരും വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ജാതീയതയെ അതിൻ്റെ ഇരട്ടി ശക്തിയോടെ മനുഷ്യ മനസ്സിലേക്ക് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേടൻ. അപ്പൊ ആരും വേണമെന്ന് ആഗ്രഹിക്കാത്ത ജാതീയതയെ എന്താണ് മനസ്സുകളിലേക്ക് വളരെ ഇരട്ടി ശക്തിയോടെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് ശരിക്കും ഒരു വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം വേടന്റെ പാട്ടുകൾ കണ്ടാൽ അറിയാം ജാതീയത വേണം എന്നുള്ളതല്ല പുള്ളി പറയുന്നത്. ഇപ്പൊ ജാതീയത ഉണ്ട്, ജാതീയത വേണ്ടെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. അവന് തെറ്റുപറ്റിയത് അവിടെയാണ്. ജാതി വേണമെന്നല്ലോ വേടൻ പറഞ്ഞിട്ടുള്ളത്, ജാതി വേണ്ട എന്നല്ലേ. ആ ജാതി അതില് ഇന്റർവ്യൂ എടുത്ത് പറയുന്നുണ്ട്, ജാതി വേണ്ടെന്നല്ലേ പറയുന്നത് വേടൻ, ജാതി വേണമെന്ന് പറയുന്നില്ലല്ലോ എന്നുള്ള എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് സിന്ധു നോക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. എന്ന് പറയുന്നത് നാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞു? അവിടെ വരെ നമ്മൾക്ക് സമ്മതിക്കാം. ആ ജാതി വേണ്ട എന്ന് വേടൻ പറയുന്ന സമയത്ത്, ആ ജാതിക്കെതിരായി വേടൻ പറയുന്ന സമയത്ത്, ആ ജാതിയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വലിയ സമൂഹമുണ്ടെന്ന് പറഞ്ഞു വെക്കാൻ വേടൻ ശ്രമിക്കുമ്പോഴും അതിനെ വേടൻ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? അത് എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് വേടൻ എവിടെയും കൊണ്ടെത്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് ഈ അഡ്വക്കേറ്റ് സിന്ധുവാണ് ഇത് പറഞ്ഞ് അത് RSSലേക്ക് അല്ലെങ്കിൽ BJPയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് ഞങ്ങളെയാണ് പറയുന്നത് എന്നുള്ള രീതി പറയില്ലേ.
എന്തിനാണ് അങ്ങനെയൊക്കെ നിങ്ങളാണെന്ന് തന്നെ പറയുന്നത്? നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്ന ഒരു തെറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം വേടൻ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എടുത്ത് പറയാത്ത, നിങ്ങളുടെ പേര് എടുത്ത് പറയാത്ത പക്ഷത്തോളം എന്തിനാണ് ഞങ്ങളാണെന്ന് പറയുന്നത്? അപ്പം അത് അങ്ങനത്തെ തെറ്റ് ചെയ്ത ആൾക്കാർ മാത്രം അങ്ങനെ ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു കളങ്കം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളാണ് ഇത് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഇനി ചെയ്യാണ്ടി പാടില്ല, അതുപോലെ പാടാണ്ടി പാടില്ല എന്ന് പറയുന്നത്. ഒരു സവർണ ജനത അല്ലെങ്കിൽ സവർണരെന്ന് വേടൻ പറയുന്ന, ഞാനിപ്പോൾ സവർണൻ അവർണർ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, വേടനൊക്കെ പറയുന്ന ഒരു സവർണ. ഇവിടെ ഒരു ക്ലാരിറ്റി വേണ്ടിയിട്ടാണ്, വേടൻ സവർണരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. വേടൻ വർഗീയത എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമൂഹത്തിലുള്ള വിവേചനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മേളിൽ തട്ടി നിൽക്കുന്ന ആൾക്കാരും താഴെ തട്ടി നിൽക്കുന്ന ആൾക്കാരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വിഭാഗത്തിലെടുത്തിട്ടുണ്ടെങ്കിലും, സ്വന്തം കുടുംബത്തിലെടുത്താൽ പോലും അവിടെ ഒരു പുരുഷ മേധാവിത്വമുള്ള കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം എടുത്താൽ പോലും അവിടെ ചിലപ്പോൾ ഒരു മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനായിരിക്കും, അല്ലെങ്കിൽ ആ ഉടമസ്ഥന് മാത്രം കൂടുതൽ പ്രിവിലേജ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ കൂടുതൽ ലാഭം പുള്ളിയുടെ കയ്യിലേക്ക് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസിന് കൂടുതൽ താങ്കളുടേതായിട്ടുള്ള ഒരു തൊഴിലാളി എന്നുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യം കിട്ടാത്ത രീതിയിൽ പല കാര്യങ്ങളും പല സ്ഥാപനങ്ങളും നടക്കുന്നത്. അത് ഈ ഒരു വിവേചനം എല്ലാ കാറ്റഗറിയിൽ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും, മനസ്സിലായില്ല? അപ്പം ആ ഒരു സവർണർ എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു കാറ്റഗറീസിലും കൂടിയാണ് വേടൻ്റെ പാട്ടുകൾ കൈകൊണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഇൻ്റർവ്യൂടെ ഞാൻ ഇത്രയും ഒരു കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ വിലയിരുത്തുന്നത്. ബാക്കിയുള്ള ഭാഗത്തിലേക്ക് ഞാൻ പോയിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമൂഹം തുടച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞ സമൂഹത്തിൽ ഈ വർഗീയതയൊന്നും ഇപ്പോൾ ഇല്ല, അവരുടെ സവർണർ എന്നുള്ള വർഗീയത ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതിലൂടെ വേണം പറയുന്നത് ആ പഴയ കാലഘട്ടത്തെ ആ ഒരു രീതി മാത്രമല്ല, ഇപ്പോഴുള്ള വിവേചനം, അതാണ് വർഗീയത എന്ന് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും. വേടനെ പോലെയുള്ള പല ആൾക്കാരും അത് എടുത്തു പറയുന്നുണ്ട്. വേടൻ തൻ്റെ പാട്ടുകളൂടെ പറയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളിലും ഇപ്പം ഞാൻ പറഞ്ഞ വീട് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പലതും പുരുഷ മേധാവിത്വമുള്ള വീടുകളാണ്. അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഒരുപോലെ കിട്ടുന്നില്ല. അവിടുത്തെ ജനിച്ചു വളരുന്ന കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കാം. അവരൊരു വിവാഹപ്രായമാകുമ്പോഴത്തേക്കും കൂടുതലും ഈ വീടുകളിലുള്ള അച്ഛനമ്മമാരാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കല്യാണം കഴിക്കാനുള്ള പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ഇനി ഈ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോഴത്തേക്കും പലപ്പോഴും ഈ കല്യാണം കഴിഞ്ഞ ആ ഒരു കപ്പിൾസിന് കൂടുതൽ സ്വാതന്ത്ര്യമില്ല. അത് അവിടുത്തെ അമ്മായപ്പൻ അല്ലെങ്കിൽ അമ്മായമ്മ അവർ പറയുന്ന രീതിയിൽ പല കാര്യങ്ങളും നടക്കാറുള്ളൂ. നിങ്ങൾ മിക്ക കുടുംബങ്ങളും എടുത്ത് നോക്കിക്കോളൂ, ഒട്ടുമിക്ക കുടുംബങ്ങളും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയാണ്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ പലതും സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ ഒരു ജോലി സ്ഥലം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല അവിടെ ഒരു IT സ്റ്റാഫിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി. ഈ IT സ്റ്റാഫിന് എന്താ പറയുക, ലിഫ്റ്റുകളുണ്ടാവും. ചിലപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും സ്റ്റെയർ വഴി കയറി പോകേണ്ടി വരും. അങ്ങനത്തെ പല സ്ഥാപനങ്ങളും ഇന്നില്ല. അല്ലെങ്കിൽ അവർക്ക് വേറെ സെപ്പറേറ്റ് ലിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൊതുവായിട്ടുള്ള അവിടുത്തെ IT സ്റ്റാഫിനോ അല്ലെങ്കിൽ മാനേജേഴ്സിനോ അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവായിട്ട് അവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ടാവും. പക്ഷേ ഇവർ ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഔട്ട് ഹൗസോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ഈ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് വിവേചനമല്ലേ? അങ്ങനെ അതേപോലെ തന്നെ ഇവിടെയുള്ള സ്കൂളുകൾ എടുത്ത് നോക്കും. സ്കൂളുകൾ കൂടുതലും മിക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ആൺപിള്ളേർ ഒരു സൈഡിലും പെൺപിള്ളേർ ഒരു സൈഡിലുമായിട്ടാണ് ഇരുത്തുന്നത്. ഇവർ പഠിച്ചൊരു ജോലിയായി കഴിയുമ്പോഴത്തേക്കും ഇവർ ബോയ്സിന് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഇതെല്ലാവരും മിക്സ്ഡ് ആയിട്ടുള്ള പല വൈവിധ്യമുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് പലയിടങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുതിലെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണ്ടേ? ഓപ്പോസിറ്റ് സെക്സിനോട് അല്ലെങ്കിൽ നമ്മളുടെ എതിരെയുള്ള ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യം നമ്മളെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളുടെ ബോർഡർ എവിടെ വരെയാണ്, നമ്മൾ ആ ഒരു ബോർഡർ അവരുടെ ബോർഡറിന് കടന്ന് ചെല്ലാണ്ട് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ ചെറുതിലേ മുതൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ അവർക്ക് ഒരു സ്ഥാപനത്തിൽ മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഇടപെടുക ജോലി ചെയ്യുമ്പോഴത്തേക്കും പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി പെരുമാറേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് പല ആൾക്കാരും കൂടുതലും സ്ത്രീകളെ ആക്രമിക്കുകയും അവരുടെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കടന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന പല കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മൾ കാണാറില്ലേ? അപ്പോൾ വർഗീയത ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ല? ആ വർഗീയത ഇപ്പോഴും ഉണ്ട്. വർഗീയത എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക്കായിട്ട് വിവേചനമാണ്. ഇപ്പോൾ ഈ അടുത്ത് മഴയൊക്കെ വന്നപ്പോഴത്തേക്കും ചെല്ലാനത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഭാഗത്തുള്ള ആൾക്കാർ അവിടെ ഇപ്പോഴും എല്ലാ കൊല്ലം കയറുന്ന പോലെ ഈ കൊല്ലവും കയറി കടലിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന
കടലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താ കാര്യം? അത് അവിടെ ആ ഒരു പുലിമുട്ടി സംവിധാനം അവിടെ നിർമ്മിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ പ്രതിനിധിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ MLA മന്ത്രിമാരും. അപ്പോൾ അതും ഒരു പഴയ ഒരു കാലഘട്ടത്തെ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. മന്ത്രി അല്ലെങ്കിൽ പഴയ കാലത്തെ രാജാക്കന്മാർ, അടിമകൾ, ഈ ചെല്ലാനത്തുള്ള ആൾക്കാർ ഇവർ കാണുന്നത് അടിമകളായിട്ട് കാണുന്നത്. അവരൊരു ജനപൗരനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനാണെന്ന് കണ്ടുവെച്ചെങ്കിൽ ഉറപ്പായിട്ടും ഈ ജനപ്രതിനിധികൾ അത് ആ ഒരു കണ്ണമാലിലെ ആ ഒരു ജനതയുടെ ആവശ്യമായിട്ടില്ലെങ്കിൽ അവരുടെ ഒരു അവകാശമായെന്നുള്ള രീതിയിൽ ചെയ്തു കൊടുത്താനെ. ഇതിപ്പോഴും ഇവരുടെ ഈ മന്ത്രിമാരുടെ MLA ദാനമാണ് ഞങ്ങൾ അങ്ങനത്തെ പ്രവർത്തികൾ അല്ലെങ്കിൽ വികസനം അല്ലെങ്കിൽ ഈ പുലിമുട്ട് സ്ഥാപിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ദാനമായിട്ട് തന്നെയാണ്. കാരണം നിങ്ങളെ ഈ ഒരു പൗരനായിട്ട്, ഇന്ത്യൻ പൗരനായിട്ട് കണ്ടിട്ടില്ല. അവരിപ്പോഴും നിങ്ങളെ പ്രജയായിട്ടാണ് അല്ലെങ്കിൽ അടിമയായിട്ടാണ് കാണുന്നത്. അടിമ ഉടമ മനോഭാവം തന്നെയാണ് പഴയ ആ ഒരു കാലഘട്ടത്തിലുള്ള അടിമ ഉടമ മനോഭാവമാണ് എല്ലാ മേഖലകളിലും ഉള്ളത്. ആ ഒരു കാര്യം വേണ്ട, ആ ഒരു കാര്യം ഇപ്പോഴും ഉണ്ട്. അത് മാറണമെന്നാണ് വേടനെ പോലുള്ള ആൾക്കാർ എടുത്തു പറയുന്നത്. അപ്പോൾ അത്രയും മാത്രമേ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.